ഹായ്, പ്രൊഫഷണൽ ബെനിഫിറ്റ്സ് ഒക്കെ ഡിസ്കസ് ചെയ്തു CMA USAൻ്റെ. ഇനി നമുക്ക് പേഴ്സണൽ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യത്തെ വരുന്നത് മൈഗ്രേഷൻ. ഓക്കെ, മൈഗ്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ പല ആളുകളും മിഡിൽ ഈസ്റ്റൊക്കെ വിട്ട് യൂറോപ്പിലേക്കും കാനഡയിലേക്കും ഓസ്ട്രേലിയയിലൊക്കെ മൂവ് ചെയ്യുന്ന താല്പര്യം കാണിക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ UAE വിട്ട് ഖത്തറിലേക്കോ അല്ലെങ്കിൽ സൗദിയിലേക്കോ ഒമാനിലേക്കോ ഈവൻ ഇന്ത്യയിലേക്ക് വേണമെങ്കിൽ പോലും നമുക്ക് ജോബ് സെർച്ച് ചെയ്യാം. കാരണം ഇന്ത്യയിലൊക്കെ കമ്പനികൾ CMA USA ഉള്ളവരെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഈവൻ നിങ്ങൾ എക്സ്പീരിയൻസ് കൂടി ആകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മുടെ പല സ്റ്റുഡൻസും മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ടോ കാനഡയിലേക്കൊക്കെ, അവർക്ക് ജോലിയായി. CMA അവിടെയൊക്കെ റെക്കഗ്നൈസ്ഡ് ആണ്. ഈവൻ ന്യൂസിലാൻഡിൽ പോലും ഒരു സ്റ്റുഡൻറ്റ് മൈഗ്രേറ്റ് ചെയ്ത് അവർക്ക് അവിടെ ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നു വിത്ത് CMA, വിത്ത് ഹെൽപ്പ് ഓഫ് CMA. അപ്പോൾ CMA 150 കൺട്രീസിലുള്ളത് കൊണ്ട് നമുക്കൊരു മൈഗ്രേഷൻ ആൾസോ ഇറ്റ് വിൽ സപ്പോർട്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റിന് ഇത് ഹെൽപ്പ് ചെയ്യും. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ സ്റ്റോക്കുകളിലാണോ ആൾക്കാർ സാധാരണ എല്ലാവരും പ്രിഫർ ചെയ്യുന്ന ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഷെയർസിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫണ്ടമെൻ്റൽ അനാലിസിസ് നടത്താൻ വേണ്ട ഫുൾ നോളജ് നമുക്ക് CMA നിന്ന് കിട്ടും. പാർട്ട് 2 പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ CMA ഫണ്ടമെൻ്റൽ അനാലിസിസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും ഏതൊരു കമ്പനിയുടെയും. ഓക്കെ, അപ്പോൾ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഫണ്ടമെൻ്റൽ അനാലിസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ലോങ് ടേമിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുക എപ്പോഴും. അപ്പോൾ ലോങ് ടേമിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനികളുടെ ഫണ്ടമെൻ്റൽസ് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കും CMA ഉണ്ടെങ്കിൽ. ഇനി അതുമല്ല, നമ്മൾ വേറെ വല്ലവരുടെയും ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. ഓൾറെഡി നടക്കുന്ന ബിസിനസ്സുകളാണ്, അപ്പോൾ അതിലേക്ക് നമുക്കൊന്ന് ജോയിൻ ചെയ്യണം. അപ്പോൾ നമുക്ക് അവർക്ക് പ്രോപ്പറായിട്ട് അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ബിസിനസ്സിനെ മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെയാണ് ആ ബിസിനസ്, അവർ നമുക്ക് തരുന്ന പിക്ചർ ആയിരിക്കില്ല ശരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. ആക്ച്വൽ പിക്ചർ, റിയലിസ്റ്റിക് പിക്ചർ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ആ റിയലിസ്റ്റിക് പിക്ചേഴ്സൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ മറ്റൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ ആ കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള എല്ലാ നോളജും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കും CMA പാസ്സായി കഴിഞ്ഞാൽ. മൂന്നാമത്തേതെന്ന് പറയുന്നത് എൻ്റർപ്രണർഷിപ്പ്. നമുക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങണം എന്ന് വിചാരിക്കുക. എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്, എല്ലാവർക്കും ഉള്ളൊരു ആഗ്രഹമാണ് സ്വന്തം ബിസിനസ് എന്നുള്ളത്. അപ്പോൾ സ്വന്തം ബിസിനസ് തുടങ്ങണമെങ്കിൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ CMA USAയിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, ശരിക്കും പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ഒരു ബിസിനസ്സിനെ സെറ്റ് ചെയ്യേണ്ടത് അല്ലേ. പല ഫിനാൻഷ്യൽ ഡിസിഷൻസും എടുക്കുന്നത് ഫിനാൻഷ്യൽ നമ്പേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ആ ഡിസിഷൻ മേക്കിംഗ്, ബിസിനസ് ഡിസിഷൻസൊക്കെ എങ്ങനെ എടുക്കാം, നമ്മളിതിൽ ക്യാഷ് ബഡ്ജറ്റിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, ബഡ്ജറ്റിങ്ങിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, പെർഫോമൻസ് മാനേജ്മെൻറ്റിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, കോസ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച്, മാർക്കറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച്, പ്രൈസിങ്ങിനെ കുറിച്ച്, ഇൻറ്റേർണൽ കൺട്രോൾസിനെ കുറിച്ച്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇൻറ്റേർണൽ കൺട്രോൾസൊക്കെ. എങ്ങനെയാണ് നമുക്ക് ഒരു ബിസിനസ്സിനെ നമ്മളുടെ ആബ്സെൻസിൽ കൊണ്ടുപോകേണ്ടത്, മറ്റുള്ളവർ മിസ്അപ്രോപ്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെ തടയാം, അങ്ങനെ പല 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 ഒരുപാട് കാര്യങ്ങൾ നമ്മളിതിൽ പഠിക്കുന്നുണ്ട്. എങ്ങനെ ബിസിനസ്സിനെ സെറ്റ് ചെയ്യണം, എന്തിനു പറയുന്നത്, നമുക്ക് ബിസിനസ് ചെയ്യുന്നതാണോ ലാഭം അല്ല ജോലി ചെയ്യുന്നതാണോ ലാഭം എന്ന് പോലും മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ CMAയിൽ പഠിക്കുന്നുണ്ട്. അതിന് എക്കണോമിക് പ്രോഫിറ്റ് എന്നും അക്കൗണ്ടിങ് പ്രോഫിറ്റ് എന്നൊക്കെയാണ് വിളിക്കുന്നത്. കാരണം നമുക്ക് ഏതാ ബെനിഫിഷ്യൽ സൈഡ്, ബിസിനസ് ഫുൾ ടൈം ചെയ്യുന്നതാണോ അതോ വർക്ക് ചെയ്യുന്നതാണോ നല്ലത്. അപ്പോൾ അത്രയ്ക്കും ഡീപ്പായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട്. അത്രയും ഡീപ്പായിട്ട് നമുക്ക് പേഴ്സണലി ബെനിഫിഷ്യൽ ആവുന്ന ഒരുപാട് കാര്യങ്ങൾ CMAയിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മൈഗ്രേറ്റ് ചെയ്യാം, ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം, പഠിക്കാം, മനസ്സിലാക്കാം. ഈ എൻ്റർപ്രണർഷിപ്പിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു ബിസിനസ്സിന് ശരിക്കും എൻ്റർപ്രണർഷിപ്പിന് ഫിനാൻഷ്യൽ സൈഡ് 100% നിങ്ങൾക്ക് പക്കയായിട്ട് ചെയ്യാൻ സാധിക്കും. മാർക്കറ്റിങ്ങും സാധിക്കും കേട്ടോ ഒരു പരിധി വരെ ഇത് ബേസ് ചെയ്തുകൊണ്ട്. ഇനി വരുന്നത് നിങ്ങൾക്കിപ്പോൾ ഇതൊന്നുമല്ല. ഓക്കെ, നിങ്ങൾക്ക് ഒരു കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യാൻ വിചാരിക്കുക. ഇപ്പോൾ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നില്ല, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, മൈഗ്രേറ്റും ചെയ്യുന്നില്ല. അപ്പോൾ മൈഗ്രേഷനുമായി ബന്ധപ്പെട്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റും എൻ്റർപ്രണർഷിപ്പും ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ പ്രൊഫഷണലി ചാർജ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു കൺസൾട്ടൻസി ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. ഫണ്ടമെൻ്റൽ അനാലിസിസ് ചെയ്ത് കൊടുക്കുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് ഫീസ് ചാർജ് ചെയ്യാം. ഇനി പുതിയൊരു ബിസിനസ് തുടങ്ങുന്ന ആളുകൾക്ക് സപ്പോർട്ട് കൊടുക്കാം, ബിസിനസ് സെറ്റപ്പ് സപ്പോർട്ട്സ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാം. ഇനി ഇതൊന്നും വേണ്ട, നിങ്ങൾക്ക് ഓഡിറ്റ് ഫേം തുടങ്ങണം. വേറെ ഓഡിറ്റേഴ്സിനായിട്ടൊക്കെ പാർട്ട്ണർഷിപ്പായി നിങ്ങൾക്ക് ഓഡിറ്റ് ഫേം തുടങ്ങാം. ഇവിടെ പല ഓഡിറ്റേഴ്സും CMA ബേസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്. ടാക്സ് കൺസൾട്ടൻസി തുടങ്ങാം. ഇപ്പോൾ ടാക്സ് UAയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്, ഇൻകം ടാക്സ് ഒക്കെ. അപ്പോൾ അതിനും നിങ്ങൾക്ക് സപ്പോർട്ടീവാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് തരത്തിൽ നമുക്ക് CMA യൂസ് ചെയ്യാൻ പറ്റും. CMA എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ലൈഫ് ലോങ് ലേണിങ്സ് ആണ്. ഓരോ വർഷം നിങ്ങൾ എക്സ്പീരിയൻസ് ആകുമ്പോൾ ആ എക്സ്പീരിയൻസും നിങ്ങളുടെ നോളജും കൂടി മിക്സപ്പ് ചെയ്താൽ ഇറ്റ്സ് ഗോയിങ് ടു ബി വെരി പവർഫുൾ. യു ക്യാൻ യൂസ് ത്രൂ ഔട്ട് യുവർ ലൈഫ് വിത്തൗട്ട് എനി റിട്ടയർമെൻറ്റ്. ഓക്കെ, സോ നമ്മളിപ്പോൾ പേഴ്സണൽ ബെനിഫിറ്റും പ്രൊഫഷണൽ ബെനിഫിറ്റും ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.